എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസ്യമാകയാൽ നോക്കി, എല്ലാ തിരുവെഴുത്തും നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം, അത് ദൈവത്തിന്റെ ശ്വാസം, പരിശുദ്ധ റുവ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം ജീവന്റെ വചനമാണ്, അത് ജീവിക്കുന്ന വചനമാണ്. നാം അത് ധ്യാനിച്ച് പ്രാർത്ഥനയോട് ഹൃദയത്തിന്റെ ആത്മാർത്ഥതയിൽ നാം ദൈവവചനം വായിക്കുമ്പോൾ ഈ വചനം നിങ്ങളോട് സംസാരിക്കും, നിങ്ങളോട് ഇടപെടും. എഴുതപ്പെട്ടിരിക്കുന്ന ലോഗോസ് വചനം റേമയായി നിങ്ങളോട് സ്തോത്രം സംസാരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളം ചൂണ്ടുന്ന പോലെ നമ്മോട് ഇടപെടും. ഹല്ലേലൂയ, ആമേൻ. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസികമായിരിക്കുന്നു. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം. എന്തിനാണ് ദൈവം നമുക്ക് ദൈവശബ്ദം നൽകുന്നത്? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. തികഞ്ഞവൻ. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ഈ ദൈവശബ്ദം? എന്തിനാണ് ഈ ദൈവവചനം? നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ തികഞ്ഞ മനുഷ്യൻ, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വരുവാൻ. എന്തിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്നത്? ഹല്ലേലൂയ. ആ തികവിലേക്ക്, ആ പക്വതയിലേക്ക്, ആ പരിപക്വതയിലേക്ക്, പരിപൂർണതയിലേക്ക്. എന്തിന് ദൈവശബ്ദം? നാം യേശുവിനെ പോലെ ആയിത്തീരുന്ന ആ പ്രക്രിയയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. യെസ്.